പ്രിയമുള്ളവരെ, കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം. ഈ ഇമ്പം ഉണ്ടാകുന്നത് അപ്പൻ, അമ്മ, മക്കൾ, മുത്തച്ഛൻ, മുത്തശ്ശിമാർ, സഹോദരി സഹോദരന്മാർ ഏകമനസ്സോടെ ഒന്നിച്ചു കൂടുമ്പോഴാണത്. ഒരു പൂന്തോട്ടം മനോഹരമാകുന്നത് ഒരു പൂവ് കൊണ്ടല്ല, വർണ്ണ നിറ ഗുണവ്യത്യാസങ്ങളുടെ അനേകം പൂവുകൾ ചേരുമ്പോഴാണ് അത് മനോഹരമാകുന്നത്. ഈശോയെ, എൻ്റെ വചനം എൻ്റെ സുഹൃത്തുക്കൾക്ക് വിതറിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പോ അപ്പോ സ്കൂളിൽ പോകാൻ സമയം വാടാ. പോടാ, നീ എന്റെ ചേട്ടനല്ല. അങ്ങനെ പറയല മോളെ, അവൻ എന്റെ ചേട്ടനല്ലേ. അമ്മേ, അവൻ എന്റെ ചേട്ടനല്ല, അവൻ എനിക്ക് ഇഷ്ടമല്ല. കോട്ടയത്ത് അവളുടെ അനിയത്തിയല്ലേ. സ്കൂളിൽ പോ മക്കളെ, നന്നായിട്ട് പഠിക്കണേ. ചേട്ടാ, ഈ പിള്ളേർ ഇങ്ങനെ ചെയ്ത എങ്ങനെയാ ചേട്ടാ? അത് സാരല്ലടി, നമുക്കെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ പറയണ പോലെ തന്നെ ചെയ്തു. തക്കു തക്കു, നീ അങ്ങനെ ചെയ്യരുത്. ഞാൻ പിടിച്ചോളാം. വേണ്ട, നിന്നെ എനിക്ക് ഇഷ്ടമല്ല. നീ എന്റെ ചേട്ടനല്ല. നിന്നെ കണ്ട എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിരിക്കും. പോടാ. അപ്പൊ നീ എന്തൊക്കെ നിന്റെ അനിയത്തിയെ കുറിച്ച് പറഞ്ഞു? ഇതാണോ സത്യം? ഓട്ടടാ, അവളെന്റെ അനിയത്തിയല്ലേ, ക്ഷമിക്കാം. വാ വാ, ഈശോ വിളിക്കുന്നു. വരണ്ട, ഇങ്ങോട്ട് വരണ്ട. ഓ ഓ, പ്രാർത്ഥിച്ചിട്ട് പോവാം. ഓടാ. തക്കോ നിക്കടി, ഞങ്ങളും വരട്ടെ. നിക്കടി. ഓ തക്കു, അപ്പൂനെ വിഴിക്ക്. എന്താ തക്കു നിന്നെ വിളിച്ചല്ലേടാ, ഞാൻ പറഞ്ഞു കൊടുക്കും. വേണ്ടടാ, ആരോടും പറയണ്ട, അവളെന്റെ അനിയത്തിയല്ലേ, പറയണ്ട പ്ലീസ്. ചായ മടുത്തു. മക്കളെ വാ, ചായ കുടിക്കാം. വന്നു പപ്പ. പപ്പ എത്തിയോ? ആ വന്നു മോളെ. സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? മമ്മി, എനിക്ക് മാത്സിൽ ഔട്ട് ഓഫ് 40 കിട്ടി. 50 ഔട്ട് ഓഫ് 50. നിനക്കോടാ? 35. നിന്റെ കൂട്ടുകാരന് പറഞ്ഞോ? അവന് പനിയാന്ന് പറഞ്ഞല്ലോ. ഇന്നത്തെ ദിവസം പനിയായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്കൂളിൽ വന്നില്ല. മമ്മി, ബിസ്ക്കറ്റ് താ. മമ്മി തരാടി. എനിക്ക് വേണ്ട, ഒന്ന് നിർത്തോ. ഇവിടെ ആ ഫാനൊന്നും ഇട്ടേ, ഭയങ്കര ചൂട്. ഇന്ന് എന്തൊക്കെയാണ് തോട്ടത്തിൽ പണി? തോട്ടത്തിൽ കൊങ്ങ് വെച്ചു, വാഴ വെച്ചു, മടുത്തു. മമ്മി, ഇനി 2 ബിസ്ക്കറ്റ് താ. മമ്മി, എന്റെ ബിസ്ക്കറ്റ് തീർന്നു. അയ്യോടി, ബിസ്ക്കറ്റ് കാലിയായി. തക്കു, ഇന്നാ എന്റെ ബിസ്ക്കറ്റ്. എനിക്ക് എന്റെ ബിസ്ക്കറ്റ് വേണ്ട. നീ എന്റെ ചേട്ടനല്ല. ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ എന്നെ സ്നേഹിക്കാൻ വരല്ലേന്ന്? മോളെ, അങ്ങനെ പറയലടി. നിങ്ങൾ എന്റെ ചേട്ടനല്ലേ. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നോ? കുറെ ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരാളെ ദത്തെടുത്തത് അത് ഇവനാ. ഇവനെ എവിടെ? നിങ്ങൾ പപ്പയും മമ്മിയും കൂടി ഇവനെ എങ്ങോട്ടെങ്കിലും പോയി വിഷമിക്കണ്ടടാ. പോട്ടെ അമ്മേ, അത് ഈശോ തന്നെ അത്രയ്ക്ക് സഹിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താ? പോട്ടെ. മോനു, ചിന്നല്ലേടാ? ഓളകത്താ. ആ ചേട്ടാ, ആ തക്കു വിളിച്ചിട്ടുണ്ടോ? അവളെ വീട്ടിൽ വന്നെ എനിക്ക് ഇഷ്ടമല്ല. അതെന്താ? അവളുടെ സ്വഭാവമേ ശരിയില്ല. നാട്ടിലും വീട്ടിലും ഭയങ്കര അഹങ്കാരിയും. അത് കണ്ട് നമ്മുടെ പിള്ളേരും പഠിക്കും. അവൾ ഈ വീട്ടിൽ വന്നാൽ ഞാൻ അവളെ ഓടിച്ചു വിടും.
കുഞ്ഞമ്മയ്ക്ക് അപ്പു ജനിച്ചു കഴിഞ്ഞിട്ട് ഇനി കൊച്ചുകൾ ഉണ്ടാവില്ല എന്നറിഞ്ഞപ്പോൾ ആ കൊച്ചിനെ ദത്തെടുത്ത് വളർത്തിയതാ. ഇതാർക്കും അറിയത്തില്ല. ഇത് നീ ആരോടും പറയണ്ട. അതെയോ, അതങ്ങനെയാണോ? പപ്പ വാതിലിന്റെ ഒച്ച. എടി കുഞ്ഞമ്മനെ വിളിക്കോ, കൊച്ചു കേട്ടു. വാ വാ, ദേ ഈശോ വിളിക്കുന്നു. വരണ്ട വരണ്ട, ഇങ്ങോട്ട് വരണ്ട, പോ പോ. നീ എന്റെ കൂടെ വാ, നമുക്ക് പള്ളി വേണ്ട. നീ എന്റെ കൂടെ വാ, നീ എന്റെ കൂടെ വാ, നമുക്ക് പള്ളി വേണ്ട. തപ്പു തപ്പു വാ, നമുക്ക് പള്ളി. നീ എന്റെ കൂടെ വാ. ദേ ദൈവം വിളിക്കുന്നു, ഇത്ര ദിവസം നിന്റെ വാക്ക് കേട്ടിട്ടാ ഇങ്ങനെ ആയെ. പോ. തെറ്റ് ചെയ്തു മമ്മി. ഞാനെല്ലാം മനസ്സിലാക്കി. ചേട്ടായ നിങ്ങളുടെ സ്വന്തം മോൻ. അങ്ങനെ പറയാം. സോറി ചേട്ടാ. പോട്ടെ മോളെ, കരയണ്ട. നീ എനിക്ക് ആരുമില്ല. പോട്ടെ പോട്ടെ മോളെ, സാരമില്ല. കരയല്ല മോളെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സങ്കടപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും ഉത്തരം നൽകുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങ് തരുന്ന കൃപാവരത്തിൽ മുന്നേറുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇതാണ് നമ്മെ ക്ഷമിക്കുന്ന ദൈവം.